നിങ്ങൾ ഈ മാതൃകപ്പെട്ടി എന്ന് കേട്ടിട്ടുണ്ടോ? ഇവിടെ ഒന്ന് തെളിച്ചു പറ, ഞങ്ങൾക്ക് ആകാംക്ഷയായി. പറയാം, എല്ലാം പറയാം. നിങ്ങൾ എവിടെയും പോവാതെ ശ്രദ്ധയോടെ ഒന്ന് കണ്ടു നോക്കിക്കേ. നാട്ടുകാരെ, വീട്ടുകാരെ, കൂട്ടുകാരെ, ഷാർജ മർത്തോമ പള്ളിയുടെ പൊന്നോമന മക്കളെ, കുശുമ്പും കുന്നായ്മയും അനീതിയും അക്രമവും അശാന്തിയും അടിമത്വവും എല്ലാം വരുത്തിയിട്ട് ഇതാ ഞാൻ ഇവിടെയും ആഗതനായിരിക്കുന്നു. നാടും നഗരവും നാട്ടിൻപുറങ്ങളും കാടും വേടുകളും ചുറ്റി സഞ്ചരിച്ച് ഇതാ ഞാൻ ഇവിടെ ആഗതയായിരിക്കുന്നു. നിങ്ങൾ ഈ പെട്ടി കണ്ടു? ഇത് ഒരു മാന്ത്രിക പെട്ടിയാണ്. പക്ഷേ ഇതൊരു കെണിയാണ്. ഒരുവൻ ഈ കെണിയിൽ എങ്ങനെ അകപ്പെടുമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ പെട്ടി ഇവിടെ ഇരിക്കട്ടെ, ഞങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കാം. ഈ പെട്ടി നിങ്ങൾ സൂക്ഷിച്ചോണേ. നീ നോക്ക്, നല്ല ഭംഗിയുള്ള ഒരു പെട്ടി. എന്നാലും ഇവിടെ വെച്ചത് ഒന്ന് തുറന്നു നോക്കാം. ഇതിനകത്ത് എന്താണ്? എന്തിനാടാ വെറുതെ വല്ല പിടിച്ചെടുക്കുന്നത്? അല്ലടാ, ഒന്ന് നോക്കാം. നീ ഇങ്ങോട്ട് വന്നേ. അടിപൊളി പെട്ടി. ഇനി മറ്റോ ബോംബോ മറ്റോ ആണോ? വിശ്വസിക്കാൻ കൊള്ളാത്ത കാലാണേ. എന്നാലും ഒന്ന് തുറന്നു നോക്കാം. ഇത് മയക്കുമരുന്നാണല്ലോ. വേണ്ട, ഇതൊന്ന് ശരിയായി. പേടിക്കാതെ പോണേ. ഈ ദിവസവും പത്രത്തിലൊക്കെ വരുന്ന വാർത്തകൾ നോക്കുമ്പോ ഇതൊക്കെ അത്രയ്ക്ക് വലിയ തെറ്റാണ്. വേണ്ട, ഇതൊന്നും ശരിയാവില്ല. എനിക്കിതൊന്നും വേണ്ട. നീ ഒരു മിടുക്കി കുട്ടിയല്ലേ? നിനക്ക് വേണ്ടി കുറച്ചും കൂടെ ഓജസ്സും തേജസ്സും. ഇവനകത്ത് ചെന്നാൽ നല്ല രസമാ. നീ ഒന്ന് രുചിച്ചു നോക്ക്. എനിക്ക് നല്ല ഭാവിയൊക്കെ ഉള്ളതാ. അതൊക്കെ ഇതുപയോഗിച്ച് കളയാൻ എന്നെ കൊണ്ട് പറ്റില്ല. വേണ്ട, ഇതൊന്നും ശരിയാവില്ല. നീ ഇങ്ങനെ പുണ്യവാളത്തിൽ കളിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? ഇതുത്തെ ഒരെണ്ണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇപ്പോഴാണ് നീ ഒരു മിടുക്കി കുട്ടിയായത്. ഇതുകൂടി കുടിക്കേ. നിന്നിലൂടെയാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. അടിപൊളി സാധനവും. നിനക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. ഈ മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ഞങ്ങൾ കുറച്ച് പ്രത്യേക ഓഫറുകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഓഫറോ? ആദ്യത്തെ ഓഫർ പറഞ്ഞു കൊടുക്ക്. ആദ്യത്തെ ഓഫർ സന്തോഷം. ശരിയാ, എനിക്കിപ്പോ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. എന്താന്ന് അറിയത്തില്ല. നിന്റെ സന്തോഷമല്ലേ ഞങ്ങളുടെ സന്തോഷം, അത് നീ മറക്കരുത്. നിന്റെ രണ്ടാമത്തെ ഓഫർ വേണ്ടേ? ഓഫർ നമ്പർ 2, ധൈര്യം. ശരിയാ, എനിക്കിപ്പോ ഭയങ്കര ധൈര്യം തോന്നുന്നുണ്ട്. അത് ചെയ്യല്, ഇത് ചെയ്യല്, അവിടെ പോലെ ഇവിടെ പോയെന്നൊക്കെ പറയുന്നവരോടെ ഇനി എന്താണെങ്കിലും പറഞ്ഞോണ്ടല്ലോ കൊന്നുകളയാൻ ഞാൻ. ഇപ്പോഴാണ് നീ ഒരു തന്റേടിയായത്. ജീവിതം മതിയാവോളം ആസ്വദിക്കും. നീ ആര് പറഞ്ഞാലും ശരിക്കുള്ളരുത്. അതൊക്കെ അത്രേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ കറങ്ങുന്നല്ലോ. ആ ഊരിപ്പോയതൊന്നും അല്ല, അതൊക്കെ ഇതിന്റെ കൂടെ നിനക്ക് തോന്നുന്നതാ. അതവിടെ നിൽക്കട്ടെ. ഇനിയും ഒരുപാട് ഓഫറുകൾ നിനക്ക് വേണ്ടി ഞങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. ആണോ? അടുത്ത ഓഫർ ഇതാ, നിരാശ. ഞാൻ എന്തായി ചെയ്തു കൂട്ടിയെ?
മദ്യവും മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ച് ലഭിച്ച സുഖങ്ങൾ നിരാശയുടെ ചോട്ടുപടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. കരയാതെ മോളെ, നിനക്കുള്ള ഓഫറുകൾ തീർന്നിട്ടില്ല. ഇതാണ് നിന്റെ അടുത്ത ഓഫർ, കുറ്റബോധം. മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായി നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ഞാനൊരു ശാപമായല്ലോ, ഒരു നാണക്കേടായല്ലോ. വേണ്ട, എനിക്കിത് വേണ്ട, വേണ്ട. തീർന്നിട്ടില്ല. ഇതാ നിനക്കായി ഞങ്ങൾ കണ്ടുവെച്ച മെഗാ ഓഫർ, ക്യാൻസർ. മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ച് വയറിനും വായിലും തൊണ്ടയ്ക്കും ക്യാൻസർ ബാധിച്ച് വീട്ടുകാർക്കും നാട്ടുകാർക്കും തീരാ വേദനയായി ജീവിക്കുന്നവരെ നീ കണ്ടിട്ടില്ലേ? അത് തന്നെയാണ് നിന്റെ അവസ്ഥ. വേണ്ട, എനിക്കിത് വേണ്ട. എനിക്കിത് തന്നെ എങ്ങനെ രക്ഷപ്പെടണം? എനിക്കിത് രക്ഷപ്പെടണം. ഒരുവൻ ഈ പെട്ടിക്കുള്ളിൽ അകപ്പെട്ടാൽ അവന്റെ അവസാനം ശവപ്പറമ്പിലാണ്. ലഹരിയുടെ മാസ്മരിക ലോകത്തെ കോടാനുകോടി അടിമകളിൽ ഒരുവളാണ് നീ ഇന്ന്. വെറും അടിമ. നിനക്ക് രക്ഷയില്ല. കുടിക്കണം, ബോധം പോകുന്നവരെ കുടിക്കണം. എനിക്കല്പം മദ്യം തരോ? ആരെങ്കിലും എനിക്കല്പം മദ്യം മേടിച്ചു തരോ? മദ്യം ഞങ്ങൾ നിനക്ക് മേടിച്ചു തരാം. പക്ഷേ നിന്റെ കയ്യിൽ പണമുണ്ടോ? പണോ? പണമില്ല. സാരമില്ല, പണം നിന്റെ വീട്ടിൽ കാണും. പോയി നിന്റെ അപ്പനോടും അമ്മയോടും ചോദിക്കേ. കൊന്നിട്ടായാലും ശരി, പണവുമായി വേണം നീ തിരിച്ചു വരാൻ. എന്റെ മോളെ, നീ ഇത് എവിടെയായിരുന്നു? നിനക്ക് എന്ത് പറ്റി? എന്ത് കോലമാണിയത്? എനിക്ക് പണം വേണം. എനിക്ക് മദ്യവും മയക്കുമരുന്നൊക്കെ മേടിക്കാൻ പണം വേണം. എനിക്ക് പണം താ. എന്റെ പൊന്നു മോളെ, നീ മദ്യത്തിന് മയക്കുമരുന്നിന് അടിമയായോ? ഇതിനാണോ നിന്നെ ഞാൻ കോളേജിൽ വിട്ട് പഠിപ്പിച്ചത്? നീ ഈ കുടുംബത്തിന്റെ ഭാവി തകർത്തലോടി. എന്നെ ഉപദേശിക്കാൻ നീ ആരാ? എനിക്ക് പണം വേണം. ഞങ്ങളുടെ പരീക്ഷണം ഇവിടെയും വിജയിച്ചിരിക്കുന്നു. നിങ്ങൾ ഒരു നാൾ എന്നോട് ചോദിച്ചില്ലേ ഞങ്ങൾ ആരാണെന്ന്? ഞങ്ങളാണ് സകല തിന്മകളുടെയും ഉറവിടം. ഇവളും ഞങ്ങളുടെ കെണിയിലായിരിക്കുന്നു. മരണം മാത്രമേ ഇവർക്ക് ഇനി ബാക്കിയുള്ളൂ. ഹേ മരണമേ ജയ ജയ. ഹേ മരണമേ ജയ ജയ. ഹേ മനുഷ്യ, നിനക്ക് മരിക്കാൻ ഒരു കുപ്പി വിഷം വേണോ അതോ ഒരു മുഴം കയർ മതിയോ? എത്രയും പെട്ടെന്നായാൽ അത്രയും നല്ലത്. മരണം മാത്രമേ ഇവരുടെ മുൻപിലുള്ളൂ. ഇന്നു നീ, അടുത്തത് നീ. പിന്നെ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ കരവലയത്തിലാണ്. ഇതാ ഞങ്ങൾ പോവുകയാണ് ഈ പെട്ടിയുമായി നിങ്ങൾ ഓരോരുത്തരിലേക്കും. മരണത്തിന് മാത്രമേ നമ്മളെ ഇനി രക്ഷിക്കാൻ കഴിയൂ. എവിടെ എന്റെ പൊന്നു മോളെ, നിന്റെ കൂടെ ഈ അച്ഛനുണ്ട്. നമുക്കിതല്ലാതെ വേറെ വഴിയില്ല. അരുത്, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ജീവിതം അത് ജീവിച്ച് തീർക്കേണ്ടതാണ്. അതിനുള്ള അവസരം തന്നത് ദൈവമാണ്. അത് നിഷ്ഫലമാക്കരുത്. നിങ്ങൾക്കത് പറയാം, ഞങ്ങൾക്ക് വേറെ വഴിയില്ല. ഞങ്ങളുടെ ഉള്ളിലെ നൊമ്പരം ആരറിയാം? നിരാശപ്പെടേണ്ട, ഇവന് തിന്മയുടെ പിടിയിൽ നിന്നും നിശ്ചയമായി മോചനമുണ്ട്. തിന്മയുടെ വഴിയിൽ നിന്ന് മോചിക്കാൻ എങ്ങനെയാണ് സാധിക്കുക? അക്രമങ്ങളുടെയും കൊലപാതകങ്ങളുടെയും സകല പീഡനങ്ങളുടെയും കാരണമായ തിന്മയുടെ പിടിയിൽ നിന്ന് ഇവനെ രക്ഷിപ്പാൻ കഴിയുന്ന ഒരുവനുണ്ട്. ആരാണ്? ഇല്ല, ഞാൻ ഈ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ ഒരു അടിമയായി തീർന്നിരിക്കുന്നു. ഞാനിനി രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചാൽ പോലും എനിക്ക് രക്ഷയില്ല. ഇനി ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഇല്ല കുഞ്ഞെ, നിന്നെ സ്നേഹിക്കുന്ന ഒരാളുണ്ട്. അവനാണ് സാക്ഷാൽ ദൈവപുത്രനായ യേശു. നിന്റെ ഹൃദയം തുറന്ന് അവനെ സ്വീകരിക്കും. നിന്റെ തെറ്റുകൾ അവനോട് ഏറ്റു പറയും. അവൻ നിന്നോട് ക്ഷമിക്കും. നല്ലൊരു ജീവിതത്തിലേക്ക് അവൻ നിന്നെ ആനയിക്കും. എനിക്കിപ്പം എന്റെ ഹൃദയത്തിൽ അല്പം പ്രതീക്ഷയൊക്കെ തോന്നുന്നുണ്ട്.
വർഷങ്ങൾക്ക് മുമ്പ് സകല മാനവജനതയുടെയും പാപങ്ങൾ ചുമലിലേറ്റി കുരിശിൽ പാപപരിഹാരം വരികയായി മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ചു. ആ ദൈവപുത്രനിലൂടെ നിനക്കും പാപമോചനവും നിത്യജീവനുമുണ്ട്. പുതിയ ജീവിതത്തിനായി കാക്ഷിക്കുന്ന ഏതൊരു പാപിയുടെയും രക്ഷകനാണ് ആ ക്രിസ്തു. യേശുവേ, ഞാൻ പാപിയായിരുന്നല്ലോ. ഈ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കുമൊക്കെ ഞാനൊരു അടിമയായി തീർന്നല്ലോ. പക്ഷേ എനിക്കിനി അല്പ ജീവിതം കൂടെ ജീവിച്ചു തീർക്കാനുണ്ടെങ്കിൽ അത് സർവ്വനന്മകളുടെ ഉറവിടമായ ക്രിസ്തു യേശുവിലായിരിക്കട്ടെ. യേശുവേ, ഇവൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ജീവിക്കുന്നു. കാണാതെ പോയിരുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. ഇവൻ ഇന്ന് മുതൽ ദൈവത്തിൻ്റെതാണ്.